കവി സച്ചിദാനന്ദനെ പിണക്കാതെ മുന്നോട്ടു പോകാൻ CPM. സംസ്ഥാനത്ത് തുടർഭരണം വേണ്ടെന്ന് പ്രസ്താവന നടത്തിയ കെ സച്ചിദാനന്ദൻ അധ്യക്ഷനായ സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി നീട്ടി. മെയ് 31 വരെയാണ് കാലാവധി നീട്ടിയിട്ടുള്ളത്. സച്ചിദാനന്ദൻ സർക്കാരിനെതിരെ തുറന്നടിച്ചതിന് തൊട്ടുപിന്നാലെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദന്റെ വീട്ടിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയിരുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേർന്നു. സാനു, ഇപ്പോൾ സച്ചിദാനന്ദനെ പിണക്കാതെ മുന്നോട്ട് പോകാനുള്ളൊരു നീക്കം തന്നെയാണ് CPM നടത്തുന്നത്, അല്ലേ? സംസ്ഥാനത്ത് തുടർഭരണം വേണ്ടെന്ന് പ്രസ്താവന നടത്തിയ കെ സച്ചിദാനന്ദൻ അധ്യക്ഷനായി സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. സർക്കാർ സച്ചിദാനന്ദനെ പിണക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM നീക്കം. പറയൂ സാനു. അമൽ, എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെയും CPM-നെതിരെയും ഇടത് ഭരണത്തിനെതിരെയും വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ച സാഹിത്യ അക്കാദമി പ്രസിഡന്റായിട്ടുള്ള കെ സച്ചിദാനന്ദന്റെ കാലാവധി, കെ സച്ചിദാനന്ദൻ അടക്കമുള്ള ഭരണസമിതിയുടെ കാലാവധിയാണ് നീട്ടിയിട്ടുള്ളത്. അതായത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൽക്കാലം സച്ചിദാനന്ദനെ വെട്ടേണ്ട അല്ലെങ്കിൽ സച്ചിദാനന്ദനെ ഒഴിവാക്കേണ്ട എന്നാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം സംസ്ഥാനത്തെ തുടർഭരണം വേണ്ട, അത്തരത്തിലുള്ളൊരു മൂന്നാമതൊരു ഭരണം ഉണ്ടായാൽ അത് ബംഗാളിൽ അതേപോലെ തന്നെ ത്രിപുരയുടെയും അടക്കം സ്ഥിതി കേരളത്തിൽ ഉണ്ടാക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തുറന്നടിച്ച സച്ചിദാനന്ദനെ കൊള്ളാനും തള്ളാനും മേലാത്ത നിലയിലേക്ക് സംസ്ഥാന സർക്കാർ മാറി. അതോടുകൂടി ആ ഒരു ഭരണ സംവിധാനത്തിന് മെയ് 31 വരെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. അതായത് ഇതിന് മുന്നോടിയായിട്ട് തന്നെ, അതായത് സംസ്ഥാന സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച സച്ചിദാനന്ദന് അനുനയ നീക്കവുമായിട്ട് ഇറങ്ങിയത് തന്നെ CPM-ന്റെ ജില്ലാ നേതൃത്വമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM-ന്റെ സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ സർക്കാരും CPM ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ ഖാദർ നേരിട്ടെത്തി സച്ചിദാനന്ദനുമായിട്ട് അനുനയ സംഭാഷണങ്ങളൊക്കെ നടത്തിയത്. ആ ചർച്ച ഏകദേശം ഏറെക്കുറെ 1 മണിക്കൂറിലധികം നീണ്ടത്തോട് അതിനുശേഷം പുറത്തു വന്ന അബ്ദുൽ ഖാദർ വ്യക്തമാക്കിയത് സച്ചിദാനന്ദന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, സമകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ടല്ല അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് അത് വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ലഘൂകരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. CPM-ന്റെ നേതൃത്വത്തിൽ നിന്നാണ് അത്തരത്തിൽ ആ ഒരു പ്രസ്താവനയെ ലഘൂകരിച്ചൊക്കെ അല്ലെങ്കിൽ വളരെ നിസാരവൽക്കരിച്ചൊക്കെ അവർ പുറത്ത് കാണിച്ചു. എന്തായാലും CPM-ന് ഉണ്ടാക്കിയ ക്ഷീണം, സംസ്ഥാന സർക്കാരിനുണ്ടാക്കിയ ക്ഷീണം അത് വലുതാണ്. സച്ചിദാനന്ദനെയും അതേപോലെ തന്നെ സാറാ ജോസഫിൻ്റെയൊക്കെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ തുറന്ന പ്രസ്താവന നടത്തിയതോടുകൂടി ഉണ്ടാക്കി. എന്തായാലും അവർക്ക് കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ്. സച്ചിദാനന്ദൻ അടക്കമുള്ള ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കാലാവധി നീട്ടി നൽകിയതോടുകൂടി ആ ഒരു തുറന്ന യുദ്ധം അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനകളൊക്കെ ഇനി ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ സംസ്ഥാന സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ അവരുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് വിവാദ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു അനുനയ നീക്കം തൽക്കാലം വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അമൽ, യെസ്, കവി സച്ചിദാനന്ദനെ പിണക്കാതെ മുന്നോട്ട് പോകാനാണ് CPM നീക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ്.